ഇന്ത്യയെ ഏത് ഘട്ടത്തിലും പിന്തുണയ്ക്കാൻ ഇന്ത്യയുടെ ഉറ്റ സുഹൃത്തായ ഒരു രാജ്യമുണ്ട്. ആ രാജ്യമാണ് റഷ്യ എന്ന് പറയുന്ന രാജ്യം. നരേന്ദ്രമോദിയും അങ്ങനെ തന്നെയാണ് റഷ്യയോട് പെരുമാറുന്നത്. നമ്മുടെ ഇന്ത്യയും അങ്ങനെ തന്നെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. കാരണം റഷ്യയ്ക്ക് ഒരു പ്രശ്നം വരുമ്പോൾ റഷ്യയുടെ മേൽ സകല ആൾക്കാരും ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ, റഷ്യ യുക്രൈൻ യുദ്ധം വന്നപ്പോൾ റഷ്യയെ കൃത്യമായി ഇന്ത്യ പിന്തുണച്ചിരുന്നു. റഷ്യയുടെ കയ്യിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങിച്ചിരുന്നു. റഷ്യയെ സ്റ്റേബിൾ ആക്കാൻ ഇന്ത്യ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ലോക നേതാക്കളിൽ നരേന്ദ്രമോദിയോട് മാത്രമാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന് ഇത്രയധികം അടുപ്പവും. നരേന്ദ്രമോദി ഏത് പാദയാത്ര വിളിച്ചാലും റഷ്യൻ പ്രസിഡന്റ് ഫോൺ എടുക്കും എന്ന് ഞാൻ പറഞ്ഞതല്ല. മുൻ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള കേരളത്തിലെ നികേഷ് കുമാർ തന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രൈം ഡിബേറ്റിൽ ഇരുന്ന് യുക്രൈനിൽ കഷ്ടപ്പെടുന്ന ഒരു വിദ്യാർത്ഥിയോട് പറഞ്ഞതാണ്. അതുകൊണ്ട് അദ്ദേഹം എന്തായാലും റഷ്യൻ പ്രസിഡന്റിനോട് യുദ്ധം നിർത്താൻ പറയും, നിങ്ങളെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാൻ. അങ്ങനെ യുദ്ധം നിന്നിട്ടുമുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് അവിടെ നിന്ന് അറിയിച്ചിട്ടുമുണ്ട്. ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യയുടെ വിദ്യാർത്ഥികളെ, അവിടെ കുടുങ്ങിക്കിടക്കുന്ന വിദ്യാർത്ഥികളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ റഷ്യയുടെ യുദ്ധം നിന്നിട്ടുണ്ട്. റഷ്യയും യുക്രൈനും തമ്മിലുള്ള. പോരാത്തതിന് അതിനിടയിൽ കൂടെ പാകിസ്ഥാൻ ഉപേക്ഷിക്കപ്പെട്ട, അതായത് പാകിസ്ഥാൻ അവിടുത്തെ കുട്ടികളെ ഒന്നും തിരിച്ചു കൊണ്ടുവരാൻ യാതൊരുവിധ മുൻകൈയും എടുത്തില്ല. അവരും കൂടെ ഇന്ത്യയുടെ ദേശീയ ത്രിവർണ്ണ പതാകയുടെ തണലിൽ അവിടെ നിന്ന് രക്ഷപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇപ്പോൾ ഇത് റഷ്യയുടെ ഒരു സുപ്രധാനമായിട്ടുള്ള നീക്കം പുറത്തു വന്നിരിക്കുകയാണ്. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള രാഷ്ട്രീയ സൗഹൃദത്തിന് 78 വർഷം പൂർത്തിയായിരിക്കുകയാണ്. ശീതയുദ്ധം മുതൽ പാകിസ്ഥാൻ യുദ്ധം വരെ റഷ്യ ഇന്ത്യയുമായി സൗഹൃദം നിലനിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരിക്കൽ കൂടി സൗഹൃദം നിലനിർത്തിക്കൊണ്ട് റഷ്യ അത് ചെയ്തിരിക്കുകയാണ്. എന്താണതെന്നല്ലേ? അതായത് ഇന്ത്യ ഏറെക്കാലമായി കൊതിച്ചിരുന്ന ഇന്ത്യയെ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിയിൽ UNSC ഉൾപ്പെടുത്തണമെന്ന് റഷ്യ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യക്ക് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിൽ സ്ഥിരാംഗത്വം നൽകണമെന്ന ആവശ്യം റഷ്യ ഉന്നയിച്ചു. നയതന്ത്ര ബന്ധത്തിന്റെ 78ാം വാർഷികത്തിൽ ഇരു രാജ്യങ്ങളെയും അഭിനന്ദിച്ചുകൊണ്ടാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം ഈ ആവശ്യം ഉന്നയിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്ത്യക്ക് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിൽ സ്ഥിരാംഗത്വം നൽകുന്നതിനെ റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം പിന്തുണച്ചു. മാത്രമല്ല ഇന്ത്യയുടെ സ്ഥിരാംഗത്വത്തെ സ്ലോവാക്കിയയും പിന്തുണച്ചിട്ടുണ്ട്. 1945 സ്ഥാപിതമായ ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിൽ നിലവിൽ ആകെ 15 രാജ്യങ്ങളാണ് ഉള്ളത്. ആകെ അമേരിക്ക, റഷ്യ, ഫ്രാൻസ്, ചൈന, ബ്രിട്ടൻ എന്നിവയാണ് 5 സ്ഥിരാംഗ രാജ്യങ്ങൾ എന്ന് പറയുന്നത്. 10 താൽക്കാലിക അംഗരാജ്യങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. അന്താരാഷ്ട്ര തലത്തിൽ സമാധാനവും സുരക്ഷയും ഉറപ്പാക്കുന്നതിനുള്ള ഉത്തരവാദിത്തമാണ് ഈ സംഘടന ഏറ്റെടുക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.